ശ്രീയാൻജോ മാറ്റത്തിന് മനസ്സുണ്ടോ? പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിനകത്ത് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റേതായ ചർച്ചകളാണ് കേരളത്തിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ കേരളത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ പാർട്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന ശൈലി ശരിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദി എന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അന്നത്തെ പ്രതിപക്ഷത്തിന് ഇന്നത്തെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ടയാണ്. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു തലപ്പൊക്കമുള്ള നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമുള്ള കാര്യമാണ്. അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നിയമസഭയിൽ ഈ കഴിഞ്ഞ നിയമസഭാ ചർച്ചയിൽ നമ്മൾ കണ്ടതാണല്ലോ, പിണറായി വിജയൻ അവിടെ എല്ലാവരും ബുക്കെടുത്ത് വായിക്കുന്ന പോലെ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാര്യവ്യക്തതയോടും ശക്തമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് അത്, കോൺഗ്രസിന് നല്ല ധാരണയുണ്ട്. കാരണം പിണറായി വിജയനെ എതിർക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പരാജയ കാരണം ഞാൻ പിണറായി വിജയൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന രീതിയിലേക്കും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, CPIക്ക് അതായത് ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. എന്താണ്, കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാരായിരുന്നു. കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാർ അതിൻ്റെ അകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു വന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് CPI ആണ്. ഈ RSSും കോൺഗ്രസിലെ CPMും തമ്മിൽ എന്തോ വലിയ അന്തർധാരയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കാൻ കാരണമായത് ഒരു CPIൻ്റെ പ്രതികരണങ്ങൾ തന്നെയാണ്. അന്ന് കോൺഗ്രസ് പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണെന്ന് അന്ന് ആരുപയോഗിച്ചത്, CPI ഉന്നയിച്ചത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്തൊക്കെ RSSും പിണറായി വിജയനും RSSും എല്ലാം കൂടി ചേർന്ന് എന്തോ ഒരു കോക്കസ് കേരളത്തിലുണ്ടാക്കുന്നെന്നും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒഴിവാക്കി SNDPയുടെ പുറകെ പോയി ഒരു ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ BJPക്കും കോൺഗ്രസിനും വലിയ രീതിയിൽ കേരളത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായത് CPI തന്നെയാണ്. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത്, അയ്യോ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആരാണ്, പൂർണ്ണ ഉത്തരവാദി CPM ആണ് എന്നുള്ള രീതിയിൽ പറയുക എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നിപ്പോ അവരത് തിരുത്തണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂട്ടുത്തരവാദിത്തത്തിന്റെ പേരിൽ അവർക്കും ഉത്തരവാദിത്തം പറയാമല്ലോ. ഞാൻ പറയുന്നത് കാര്യം പറയാം. ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സർക്കാരും ഒരു പാർട്ടിയും തമ്മിൽ രണ്ടും രണ്ടാണ്. ഭരണപക്ഷത്തിലിരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ VD സതീശനും കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പാർട്ടിയും VD സതീശനും ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷേ ജനങ്ങളിലേക്ക് പുറത്തു വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? പുറത്തു പറഞ്ഞാൽ അവർക്ക് അതിനുള്ളിൽ ബോധമുണ്ട്. കാരണം ഈ സാധനം കുറച്ചും കൂടെ മെച്ചപ്പെട്ടു എന്ന രീതിയിൽ അവർക്ക് മെച്ചപ്പെട്ട സംവിധാനം എന്നല്ല ഞാൻ പറയുന്നത്, അവർ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പറയുന്നില്ല. നിങ്ങൾ ആരോടെങ്കിലും മൈക്കൊന്ന് ചോദിക്കേ, ഈ VD സതീശനെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ചോദിച്ചു നോക്കിയേ, ഒരാളും മിണ്ടുന്നില്ലല്ലോ. അഭിപ്രായ വ്യത്യാസം ഇല്ലാഞ്ഞിട്ടാ? നിങ്ങൾ KC വേണുഗോപാലോട് ചോദിച്ചു നോക്കൂ, ഈ VD സതീശനെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? മിണ്ടൂല. അപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ വീണു, അല്ലെങ്കിൽ പാർട്ടി വീണു, എന്നാൽ പിന്നെ ഞാൻ കയറി ചവിട്ടിക്കളയാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി അവിടെ രക്ഷപ്പെടാനാണ് പോകുന്നത്? അങ്ങനെയുണ്ടോ? അതിനുവേണ്ടി വെള്ളവും വളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം, അപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾ RSSനെതിരെ ശക്തമായി പോരാടും. ഈ വർഗീയതയ്ക്കെതിരെ ഒരു ബൈലോ ഉണ്ടാക്കിയ ആളാണ് VD സതീശൻ, അല്ലേ? വർഗീയത കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കരുത്, ആരെ പൊന്നാടി ഇടിക്കണം, ആരെ പൊന്നാടി ഇടിക്കരുത്, ഇവിടെ വർഗീയതയ്ക്കെതിരെ പറയും, അവിടെ പോയി ഷാൾ എണീക്കുകയും ചെയ്ത പരിപാടി നടപ്പിലാക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ പറഞ്ഞതല്ലേ? വീരവാദം പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണോ പിണറായി വിജയനെതിരെ പറഞ്ഞ ആരോപണം എല്ലാം VD സതീശനെതിരെ വരുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ അവിടെ പൊന്നാണി ഇടരുത്, ഇവിടെ അവിടെ വർഗീയതയ്ക്ക് സംസാരിക്കുകയും ഇവിടെ വർഗീയ പാർട്ടികളെ പൊന്നാണി ഇടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് എന്താണ് RSSനെയും ഹിന്ദു ഐക്യവേദിനെയും പൊന്നാണി ഇടിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഇല്ല, വേണ്ട. അവിടെ പിന്നെ BJPയുടെ വൈസ് പ്രസിഡന്റ് NDAൻ്റെ നേതാവ് വീട്ടിൽ പോയി പൊന്നാടി ഇട്ടുകൊടുത്തില്ലേ? അത് ലാവിഷായിട്ട് സ്വീകരിക്കുകയും ചെയ്തില്ലോ. വല്ല ബുദ്ധിമുട്ട് പറഞ്ഞോ? ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് ഓരോ പോസ്റ്റിലിരിക്കുമ്പോൾ സമയം ആ ബുദ്ധിമുട്ട്, പക്ഷേ ജനങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മിപ്പിക്കുള്ളൂ എന്നുള്ളതാണ്. ഓർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താണ്, പിണറായി വിജയനാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി NDAൻ്റെ കൺവീനർ വഴി പൊന്നാടി ഇടിച്ചാൽ എന്താണ് പറയുക കേരളത്തിൽ പ്രതിപക്ഷം എല്ലാം കൂടി, അന്നത്തെ പ്രതിപക്ഷം എല്ലാം കൂടി? ഇന്നെന്തേ അത് പറയാൻ പറ്റാത്തത്?
PM ശ്രീയെ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തേ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത്? അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതല്ലേ? എന്നിട്ട് എന്തേ അറബിക്കടലിലേക്ക് പോകായിരുന്നത്? അദാനിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ എന്താണ് ഒക്കച്ചങ്ങായി. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആൾ അല്ലല്ല ശരി, ഞാൻ പറയട്ടെ, ഒക്കച്ചങ്ങായിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഡീലറാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം അദാനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ പറയാം, അവരെ കൂടെയുള്ള ആൾക്കാർ ആർക്കും പ്രശ്നമില്ല. അന്നത്തെ പ്രതിപക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ആർക്കും പ്രശ്നമില്ല. അപ്പം എന്താണ് അധികാരത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അവരധികാരത്തിൽ. KM ഷാജി എന്താണ് പറഞ്ഞത്? KM ഷാജിന്റെ ഇലക്ഷൻ മന്ത്രിയാവുന്നതിന് മുൻപുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനുശേഷം പറയുന്നത് എന്താ? അധികാരത്തിൽ ഞങ്ങളിതാ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ കയ്യിൽ അധികാരമുള്ളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. എന്താണ് K മുരളീധരൻ പറഞ്ഞത്? K മുരളീധരൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം. ഇപ്പം എൻ്റെ പുറകിൽ കണ്ടേ ബോർഡ് കണ്ടില്ലേ? എനിക്കിപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് നിലപാട്. ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നത്? ഈ നിലപാട് വേണം മുന്നോട്ട് പോകണം. അതേ നിലപാട് പ്രതിപക്ഷം എടുക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ? അങ്ങനെ പറയാൻ പാടില്ല. അതേ നിലപാട് അന്ന് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് എടുത്ത നിലപാട് ഇന്ന് പ്രതിപക്ഷത്തിന് എടുക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷത്തിന് നിലപാടെടുക്കാൻ കഴിയാത്ത കാരണം എന്താ? അപ്പം നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തില്ലേ, ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ PM ശ്രീയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് പറയാം, നിങ്ങളല്ലേ കൊണ്ടുവന്നത് അല്ലേ ഇപ്പോൾ ചോദിക്കുന്നതാണ്. അപ്പം ഇന്ന് ഇവിടെ ഇരുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന് PM ശ്രീയെ കുറിച്ച് എതിര് പറയാൻ പറ്റില്ലേ? പറയില്ലേ? ഈ വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയത്തില്ലേ? അഭിപ്രായം പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ്? അത് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഇപ്പം മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യം സ്മൃതി മാഡം പറഞ്ഞു. ഏതാണ് വർഗീയവാദി എന്നൊരു മാധ്യമപ്രവർത്തകരെ G. സുധാകരൻ വിളിക്കുകയാണ്. കേരളത്തിലൊരു MLA ആണ്. എന്താ കോൺഗ്രസിൻ്റെ അഭിപ്രായം? വർഗീയവാദി എന്ന് വിളിക്കുകയാണ്. വർഗീയവാദി ഒരു മാധ്യമപ്രവർത്തകരെ വിളിക്കുകയാണ്. കമ്മാന്നൊരക്ഷരം കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല. കമ്മാന്നൊരക്ഷരം വേണ്ട, ഞാൻ അത് വിടും. DYFIക്കും എന്താണ് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല, എല്ലാവരും അടിച്ച് പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാവരും അടിച്ച് പുറത്താക്കണം എന്നുള്ളത്. G. സുധാകരൻ കൊണ്ട് കൊടുക്കുമോ വീട്ടിൽ കൂടെ പൊതിച്ചോറ്? ഇന്ന് രാത്രി എനിക്കൊരു അസുഖം വന്ന് നേരെ കയ്യിൽ 5 വയസ്സില്ലാത്ത മനുഷ്യൻ മെഡിക്കൽ കോളേജിൽ വരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസ നിൽക്കുകയാണ്. അതേവർക്കാണ് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നത്. അടിച്ച് പുറത്താക്കണം എന്ന് പറയാണ്. എന്താ അഭിപ്രായം കോൺഗ്രസിൻ്റെ? ഒരു കേരളത്തിലെ MLA ആണ് പറയുന്നത്. ഇതേ വർഗീയവാദി പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. എന്തായിരുന്നു കേരളത്തിലെ ബഹളം? ഒരു മാധ്യമപ്രവർത്തകൻ, നമ്മുടെ മാധ്യമപ്രവർത്തകനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി എന്ന് വിളിച്ചത് അല്ലേ? അത് എന്തായിരുന്നു കേരളത്തിലെ ബഹളം? കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ശക്തമായി എതിർത്തില്ലേ? അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്തേ ഈ G. സുധാകരൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതൊന്നും വർഗീയതയില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു ഞാൻ പറയുന്നത്. നമ്മൾ ഇതിനെ കമ്പാരിസൺ അല്ല പറയുന്നത്. എന്താണ് പറയട്ടെ ഞാൻ വർഗീയവാദി, ഒരു മാധ്യമപ്രവർത്തനം വർഗീയവാദിയാണ് എന്നുള്ള നിലയിലേക്കൊന്നും ഒരു നേതാവ് പറയരുതാഗ്രഹം. ഇവരുടെ നിലപാടെന്താന്ന് വർഗീയവാദി എന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്തും പറയാം. മുതിർന്ന നേതാവാണ് എന്തും പറയാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? മുതിർന്ന നേതാവിന് എന്തും പറയാമെങ്കിൽ പിണറായി വിജയനും പറയാന്ന്. മുതിർന്ന നേതാവാണ് പോലും. അല്ല മാത്രമല്ല മുതിർന്ന നേതാവിന് ഈ പറയുന്ന കൈരളിയുടെ ആലപ്പുഴയിലെ റിപ്പോർട്ടർ ഷാജഹാൻ 10-25 വർഷമായിട്ട് കൈരളിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 25 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഈ ഒരു സ്വഭാവമുള്ള ആളാണെന്ന് അറിയാമായിരുന്ന സുധാകരൻ എങ്ങനെയാണ് അതിന് വളം വെച്ചു കൊടുത്തത്? മാത്രമേ ഇത് പറയാനുള്ളൂ. ഈ G. സുധാകരൻ തന്നെ പറയാണ് DYFI എന്ന് പറയുന്നത് ഒരു നന്മയുള്ള സംഘടനയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിട്ടേക്കാണ്. നന്മയുള്ള സംഘടനയാണ്. പാവങ്ങളെ പാവങ്ങൾക്ക് 2020 ആ ചടങ്ങിൽ പങ്കെടുത്ത G. സുധാകരന്റെ ഫോട്ടോസ് കാപട്യമാണ്. ഇത് മുതിർന്ന നേതാക്കന്മാർക്ക് എന്തു പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പൊ പിണറായി വിജയൻ നിങ്ങൾ കോലുകൊണ്ട് വരണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മാധ്യമസ്ഥാപനമാണ് നമ്മൾ നടത്തുന്നത് അല്ലേ? നമ്മൾ തന്നെ ഈ മാധ്യമപ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ കാറിലേക്ക് കയറി കാല് വെച്ച് കാറടച്ചു അല്ലെ, ഡോർ അടച്ചു. മനുഷ്യന് വേദനിക്കില്ലേ? ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ പറയുന്നത് അതിന്റെ റിയാക്ഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ അത് കഴിഞ്ഞു വരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞോട്ടെ. എന്താണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ മൈക്ക് കൊണ്ട് വരുന്ന സമയത്താണ് പറയുന്നത് കോലോട്. ഞാൻ അതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല. കോഴിക്കത് മാധ്യമപ്രവർത്തനം നടത്തുന്നവരെല്ലാം ഈ പറയുന്ന മൈക്കും കൊണ്ട് തന്നെയാണ് ചെല്ലുക അല്ലേ? അല്ലെങ്കിൽ നേരത്തെ പറയണം ഞാൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട്, അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കേ വരുള്ളൂ. ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്തറിയോ? ഒരാൾ ചെയ്യുന്നത് മാത്രമാണ് തെറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു തലപ്പൊക്കമുള്ള നേതാവാണ്. അദ്ദേഹത്തെ അടിച്ചിട്ട് ഇപ്പം പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന പോസ്റ്റ്
ആർക്ക് കൊടുക്കരുത്? ഈ പറയുന്ന CPIക്ക് കൊടുക്കുക, CPMന് കൊടുക്കരുത്, CPIക്ക് വേണം എന്ന് പറയുന്നത്. CPIയിൽ ഞങ്ങൾ ചുറുചുറുക്കുള്ള നേതാക്കന്മാർ MLA ആയിട്ടിരിക്കുന്നു. ചുറുചുറുക്കുള്ള നേതാക്കന്മാർ 8 ഉണ്ടാവുള്ളൂ. 22 പേര് മത്സരിച്ചായിരുന്നല്ലോ, 8 ഉള്ളൂ അല്ലേ? അവിടെ 36 പേരിൽ 8 പേരല്ലേ ഉള്ളൂ. ബാക്കി 28 പേര് എവിടെയുള്ളത്? 28 പേര് ഇടതുപക്ഷത്തിൽ. അവിടെയും ചുറുചുറുക്കുള്ള നേതാക്കന്മാരുണ്ടെന്ന്. ഇവരിൽ മാത്രമല്ല, അവിടെയും ചുറുചുറുക്കുള്ള നേതാക്കന്മാരുണ്ട്. അവർ പറയുന്നുണ്ടല്ലോ ബാലഗോപാലിനെ ഞങ്ങൾ ഉപനേതാവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പൊരു പിടിച്ചിൽ ചെയ്ത് പിന്നെ എന്താണ് ഒരു കീഴ്വഴക്കമില്ലല്ലോ. മുൻപൊരു കീഴ്വഴക്കമുണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ പ്രതിപക്ഷമായിരുന്ന VS അച്യുതാനന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇപ്പം എന്താ ഒരു സാധനം? ഇപ്പം ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം നയിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഞങ്ങളുടെ കെ രാജ നല്ല നാളാണ്, ഈ കെ രാജ വിചാരിച്ച ഇപ്പോൾ പാർലമെന്റ് നിയമസഭ എല്ലാം കൂടി എടുത്ത് മറച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞു വരുന്ന ശൈലി ഉണ്ടല്ലോ, അതൊന്നും അത്ര നല്ല ശരിയല്ല. നിങ്ങൾ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം CPI ഉന്നയിച്ചാൽ അത് LDF മിനിഞ്ഞാന്നാണല്ലോ 14-ാം തീയതി ചർച്ച വെച്ചത്. മിനിഞ്ഞാന്നാണ് 14-ാം തീയതി LDF യോഗം ചേരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇന്ന് പറഞ്ഞു പിന്നെ ഇദ്ദേഹം പറയുന്നത് ആ യോഗം ചേരുന്നതിന് മുമ്പ് അതാണ് പറയുന്നത്. അവർ യോഗം ചേരുന്നതിന് മുമ്പ് ഇപ്പുറത്തൊന്ന് തള്ളി പറഞ്ഞല്ലോ. അങ്ങനെയല്ല, അതെങ്ങനെയാ ഉണ്ടാവുന്നത്? പറയട്ടെ, യോഗം ചേരുന്നതിന് മുമ്പ് അതെന്താണ് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. 2016 കൊടുത്തു. 2016 പറയട്ടെ, 2016 കൊടുത്തിട്ടില്ല. 16 കൊടുക്കാത്ത ആള് നിങ്ങൾ ആ യോഗം ചേരുമ്പോൾ പറയാ അതിന് മുന്നേ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞ് വരണ്ട. അതെങ്ങനെയാണ് പറഞ്ഞത്? അവിടെ വന്ന് പറയാ ഞങ്ങൾക്ക് ഇപ്രാവശ്യം പ്രതിപക്ഷ ഉപനേതാവ് കിടന്നു. ഇത് 14-ാം തീയതി യോഗം നിശ്ചയിച്ചിട്ട് ഇന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല. ഞങ്ങൾ പുറത്തു പറഞ്ഞു പോയി, ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ചർച്ച കഴിഞ്ഞതാണ്. ഒരു ചർച്ച നടന്നാണ് MV ഗോവിന്ദനുമായി. അത് കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പൊ നാളെ LDF യോഗം വെച്ചിട്ടുണ്ടല്ലോ. LDF യോഗമല്ല, ഉഭയകക്ഷി ചർച്ച. അല്ല, ഉഭയകക്ഷി ചർച്ച അതിനുള്ള 14-ാം തീയതി വെച്ചിട്ടുണ്ടെന്ന്. പറഞ്ഞാ പോരെ, ഇന്ന് പറയുന്നില്ല. അത് പാർട്ടി കൂടി പറഞ്ഞാ പോരെ. നിങ്ങൾ ഈ കാര്യം അത് ഈ യോഗം നിശ്ചയിച്ചതിന് മുൻപല്ലേ? 2 ആഴ്ച മുന്നല്ലേ? എത്ര നേരം പത്രക്കാരെ കണ്ടതിന് ശേഷം എന്താ അപ്പോഴൊന്നും പറയാതിരുന്നേ? നാളെ ഇന്നത്തെ ഡേറ്റ് മറ്റന്നാള് പിന്നെ ഉഭയകക്ഷി യോഗം വെച്ചതിന് പക്ഷം ഇന്ന് വന്ന് പറയുകയാണ്. മനസ്സിലാവുന്ന കേരളത്തിൽ ജനങ്ങൾ പൊട്ടന്മാരല്ല, അവർക്ക് ജനങ്ങൾ പൊട്ടന്മാർ, അവർക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ഞങ്ങൾ പുറത്തു പറഞ്ഞു പോയി, ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് പോയാൽ ഞങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാവും എന്ന് പറയും അവിടെ ചെന്നിട്ട്. അതിന് വേണ്ടി തന്നെയാണ്. അങ്ങനെയാണ് രാഷ്ട്രീയം. ശരിന്ന് ഇവരൊരു പാർട്ടി തന്നെയാണല്ലോ. കുറച്ചാൾ ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ. നാളെ മറ്റന്നാൾ ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ. അല്ല, ഒരു മിനിറ്റ് സ്മൃതി വേണം. ഞാൻ പറഞ്ഞോട്ടെ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് പോയി നോക്കുന്നു. അവരും ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ ഈ പറഞ്ഞ പുകമറയുണ്ടല്ലോ, ഈ കഴിഞ്ഞ പ്രാവശ്യം 5 MLA ആളായിരുന്നു കേരള കോൺഗ്രസ് M അല്ലേ? അവർക്ക് ഒരു MLA ഇല്ല പ്രാവശ്യം ഇല്ലേ? ഒരു MLA ഒരു MP ഇല്ല. ആ പാർട്ടി അവിടെ ഉണ്ട്. അതും ഈ CPI പോലെ ഒരു ഘടകകക്ഷി തന്നെയാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഉന്നയിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ മാത്രമാണ് വലിയ സംവിധാനം. അവർക്ക് കാര്യം ശ്രീ എന്റെ ഒറ്റ മിനിറ്റ്. നേരത്തെ G സുധാകരുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഭക്ഷണ പൊതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതൊക്കെ കേട്ടു. അതിന്റെ വിശദീകരണം ഞാൻ കേട്ടതാണ്. അത് കേൾക്കണം. കോമ്പൗണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ അതൊക്കെ കേട്ടതാണ്. അത് തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ്, കോമ്പൗണ്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കോമ്പൗണ്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്ത എന്താ പ്രശ്നം? അതൊന്ന് പറഞ്ഞേ. കൊടി വെച്ച് പാർട്ടിയുടെ അവിടെ ഷെഡ് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. കൊടി വെച്ച് ഭാരതീയം ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഷെഡും കെട്ടാനുള്ള സ്ഥലമാണോ മെഡിക്കൽ കോളേജിന്റെ പരിസരം എന്നുള്ളതാണ് ചോദ്യം. എന്തൊരു സ്നേഹം, എന്തൊരു സംവിധാനം. G സുധാകരൻ കൊടുക്കട്ടെ, MLA അല്ലേ? സർക്കാരാണ് ചെയ്തത് പറഞ്ഞു. ചെയ്തിട്ട് കൊടുത്താൽ മതി, അതൊരു പട്ടി എടുക്കണോ? സർക്കാർ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 8 ലക്ഷം പേർ G സുധാകരൻ എന്താ ഇത്ര പാർട്ടി അതൃപ്തി ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? അദ്ദേഹം MLA ആയി, MP ആയി, മന്ത്രിയായി, എല്ലാ ഫെസിലിറ്റിയും ആയിക്കോട്ടെ. കേരളത്തിൽ എത്ര പേര് പറയട്ടെ, കേരളത്തിൽ എത്ര MLA മാര്,
കേരളത്തിലെ MLA-മാര് ഈ VD സതീശൻ തോറ്റിട്ടില്ലേ? അതിനെന്താണ് തോറ്റു വെച്ച എന്താ പ്രശ്നം? തോറ്റു വെച്ച പ്രശ്നം ഉണ്ടെന്നാണ് എന്താ പറയുന്നത്. പറഞ്ഞാ? തോൽവി പഠിക്കണം. അത് പഠിച്ചോളൂ. നിങ്ങൾ അയാൾ ഒരു 2016 നമ്മുടെ വിഷയം ഈ മാറ്റത്തിന് സാധ്യത 2014 തുടങ്ങി 16 72 സീറ്റിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 41 സീറ്റിലേക്ക് തോറ്റ എങ്ങനെയാ 20 സീറ്റിലേക്ക് കോൺഗ്രസ് താഴെ പോയല്ലോ? എങ്ങനെയല്ലേ? അന്ന് തോറ്റ് പഠിച്ചിട്ടാണോ 2021 അധികാരത്തിൽ വന്നായിരുന്നോ തിരിച്ച്? നിങ്ങൾ അന്ന് വലിയ പഠിത്തം പഠിച്ചായിരുന്നു 2021 അധികാരത്തിൽ ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്ന്. ആ സാഹചര്യം ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞുതരാം എന്താണെന്ന്. ഈ പറഞ്ഞ 10 വർഷം ഒരു പാർട്ടി അധികാരത്തിലിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് ഒരു കേരളത്തിൽ മാറ്റം വേണമെന്ന് തീരുമാനിച്ച മാറ്റം വരും. അത് നിങ്ങൾ 2014 ഞങ്ങൾ ഭയങ്കരമായി പരാജയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് നല്ല എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ സമീപനങ്ങളും പാർട്ടിയുടെ തെറ്റുകളും ഒക്കെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ജനങ്ങൾക്ക് ചേഞ്ച് വേണം എന്നതുകൊണ്ടാണ് പാർട്ടി വിലയിരുത്തുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് അങ്ങയുടെ മാത്രം അഭിപ്രായം അല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പാർട്ടി അധികാരം പാർട്ടിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് പറയണം. ഒരു മിനിറ്റ്, ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം അല്ല പറയുന്നത്. എനിക്ക് അങ്ങനെ പാർട്ടിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല ഞാനിവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമയത്ത് സ്വസ്ഥമായി പറയാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരുന്നത്. അത് പറയാൻ സമ്മതിക്കുന്നില്ലോ. എന്താ സംഭവിക്കുന്നത്? 2011 തുടങ്ങി 16 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാർ 2016 പരാജയപ്പെട്ടു. 20 സീറ്റിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി. അങ്ങനെ ആ സമയത്ത് വലിയ രീതിയിൽ നിങ്ങൾ തോൽവിയെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 2021 അധികാരത്തിൽ വരണ്ടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഓരോ സാഹചര്യം പറയുകയാണ്. ഇന്നും അതേപോലെ സാഹചര്യം ഇന്നുണ്ട്. നിങ്ങൾ ഓട്ടിക്കോ. ഈ പാർട്ടി പറിച്ചു വന്നോളെ. കാരണം 85 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് LDF-ന്. തോറ്റ് എത്ര സീറ്റാണ്? 20 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 1 കോടി UDF-ന് കിട്ടിയിട്ടുണ്ട്, 82 ലക്ഷം കോൺഗ്രസും കിട്ടിയിട്ടുണ്ട്. 19 ലക്ഷത്തി സംതിങ്ങിൻ്റെ എന്നാണ്ട് വ്യത്യാസമേ ഉള്ളൂ ഈ പറഞ്ഞ LDF UDF തമ്മിൽ. ഇപ്പോൾ 82 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത പാർട്ടിയുണ്ട് കേരളത്തിൽ. എനിക്ക് അഭിപ്രായം പറയട്ടെ. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ള സമയം കൊടുക്കുന്നേ. അതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സമിതി കൊടുക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊടുക്കുന്നത്, കേന്ദ്ര കമ്മിറ്റിയൊക്കെ എന്താ പറയുന്നതെന്ന് അറിയട്ടെ. 45 ദിവസമല്ല അധികാരം. നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങളിപ്പോൾ അധികാരത്തിൽ കയറിയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ അത് പഠിച്ചു വരട്ടെ, ധാരണ എടുത്ത് മുന്നോട്ട് വരുമല്ലോ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്ത് കാര്യം എന്നാ നിങ്ങൾ നടപ്പിലാക്കുന്നേ. നിങ്ങൾ ഈ പറഞ്ഞ വിഴിഞ്ഞം അല്ല, ഒരു മിനിറ്റ്, കോൺഗ്രസിന്റെ നിലപാട് വിഴിഞ്ഞത്തിൽ എന്താ? നമ്മുടെ വിഷയം അതാണ്. നിങ്ങൾ അത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ PMCയിൽ കോൺഗ്രസിന്റെ വിഷയം എന്താ? ഇതൊക്കെ നമ്മൾ PMCയിൽ പിണറായിയുടെ ഒരു മിനിറ്റ്, വേറൊരു കാര്യം കൂടെ. എന്താണ്? കേരളയിൽ മഞ്ഞക്കുറ്റി തോട്ടിലെറിയെന്ന് പറഞ്ഞ് ശ്രീധരനെ, അതാണ് വലിയ എന്തോ പിന്നെ BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഗൗരവം പറഞ്ഞ ശ്രീധരന്റെ പ്രൊജക്റ്റുമായിട്ടാണ് ഇപ്പൊ പുതിയത് പോകുന്നത്. BJP-യായിട്ട് ഒരു അന്തർധാരയില്ല. അദ്ദേഹം BJP മാത്രമല്ലല്ലോ. അതാണ് പറയുന്നത്. അതാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം BJP-യും നിങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം BJP അല്ലാതായി ചെയ്യും. അതാണ് CPM ചർച്ച നടത്തിയിട്ടില്ല. എന്നിട്ട് നടപ്പിലാക്കിയോ? ഒന്നാമത്തെ കാര്യം, മഞ്ഞക്കുറ്റി ഒരു തോറ്റ വിഷയമാണ്. അതാണ് പറയുന്നത്. അതാണ് ആ തോറ്റ വിഷയമാണ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്നത്. ആ തോറ്റ വിഷയം ആകാശത്ത് കൂടെ പോകുമോ റെയില്? മഞ്ഞക്കുറ്റി വിഷയം ആകാശത്ത് കൂടെ പോകുമോ റെയില്? പോകില്ലല്ലോ. ഈ പറയുന്ന സ്ഥലം എടുത്ത് തന്നെ മുന്നോട്ട് പോകണ്ടേ? അതെ. അപ്പൊ ഈ തുരങ്കം ഈ ഭൂമി കൂടെ അല്ല വരിക. അല്ല, ഇതൊക്കെ ആകാശത്ത് കൂടെ പോകും. എന്റെ മാധു, നിങ്ങളുടെ കുട്ടി ഒരു മനുഷ്യത്വരഹിതയല്ല. നിങ്ങളുടെ കുട്ടി നല്ല കുട്ടിയും ഇതാ ഇപ്പറയുള്ള ഒരു കുട്ടികളെ കാണുന്നത് ഇതെന്ത് കുട്ടിയാണ് എന്ന് ചോദിക്കുന്ന ശൈലിയുണ്ടല്ലോ. അതൊന്നും നല്ലതല്ല. തോറ്റ കുട്ടിയെ കുറിച്ച് തോറ്റ കുട്ടിയാണെന്നേ. അതാണ് ഞാൻ പറയുന്നത്. അത് ഇത്രയും നാളും ഈ പറയുന്ന കോൺഗ്രസിന്റെ അഭിപ്രായം കഴിഞ്ഞ ഈ പറഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും CPM-ഉം CPI ഒക്കെ കോൺഗ്രസിന്റെ അഭിപ്രായം കേട്ടിട്ടല്ലോ വളർന്നിട്ടുള്ളത്. ആണോ? കോൺഗ്രസിന്റെ അഭിപ്രായം കേട്ടിട്ടല്ലേ വളർന്നിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കാൻ
തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? മാധു അല്ല സ്മൃതി മേഡം, കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് PM ശ്രീയിൽ RSSുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ? വിഴിഞ്ഞത്ത് RSSുമായി ചങ്ങാത്തോ? ഹൈക്കോടതിയിൽ പീഡനന്മാരെ കീഴിച്ച RSSുമായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ? RSSന്റെയും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ? ഈ ശ്രീധരനുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ എന്നൊക്കെ പറ. വർഗീയ പാർട്ടികളെ എങ്ങനെയാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് പറ. ഇതൊക്കെ അത് പറഞ്ഞ് നടപ്പിലാക്കിയാൽ മതി. അല്ല ഞാൻ അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് കൂടെ പറഞ്ഞോട്ടെ. എന്താ അറിയോ, പിണറായി വിജയൻ ഏകാധിപതിയാണ് പോലും. ആരാ പറഞ്ഞേ? ആരാ പറയാത്തത്? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ UDF പറഞ്ഞിരുന്നത് പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പറഞ്ഞത്. ഇപ്പൊ VD സതീശൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്? എങ്ങനെ പ്രവർത്തിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ പറയണ്ട, അത് മനസ്സിലാക്കിയാൽ മതി. കേരള ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. വിഷയം എടുത്തത് CPM തയ്യാറുണ്ടോ മാറ്റത്തിന്? അല്ല, CPM മാറ്റത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് CPM മാറ്റത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ ഇഷ്ടം പോലെ സമയം കിടക്കാനേ. ഇപ്പോൾ പരാജയപ്പെട്ട പാർട്ടി അവിടെ നിങ്ങൾ രാഷ്ട്രീയ ഒരു മിനിറ്റ് സ്മൃതി മേഡം, നിങ്ങൾ പറയുന്ന വ്യത്യാസം ഉണ്ടെന്നറിയോ? നിങ്ങൾ രാഷ്ട്രീയ നിലപാട് പറയുകയും പിണറായി വിജയനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ രാഷ്ട്രീയ നിലപാട് പറയും. നിങ്ങൾ പിന്നെന്താണ് അതാണ് ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രം പറയണം. ഇന്ന് പിണറായി വിജയനെ ഫോക്കസ് ചെയ്യുന്നത്. പിണറായി വിജയൻ ഈ പാർട്ടി മറന്നുപോയോ? പിണറായി വിജയൻ ഒറ്റ നേതാവിനെ മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് നേരിട്ടത് അല്ലേ? ഹോർഡിങ്സ് അങ്ങനെയല്ലേ? മറന്നുപോയോ? എല്ലാ കാലത്തും പ്രചാരണം എങ്ങനെയാണ്? അത് എല്ലാ കാലത്തും ആരാണോ മുഖ്യമന്ത്രി അവരെ ഈ പാർട്ടി ഈ പാർട്ടിയല്ല, നിങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിച്ച കാര്യമുണ്ടോ? പിണറായി വിജയനെയും MV ഗോവിന്ദനുമെതിരെയും തന്നെയാണ് രൂക്ഷമായ വിമർശനങ്ങൾ താഴെ മുതൽ ഉണ്ടായിട്ടുള്ളത്. അത് നേതൃത്വത്തിനെയാണ് പാർട്ടി വിമർശനം ആരും പറയുന്നില്ലല്ലോ. 2016 ഇലക്ഷന് നിങ്ങൾ ഉമ്മൻചാണ്ടിനെ വെച്ചിട്ടല്ല നേരിട്ടത്. എന്നാ പിന്നെ ഉമ്മൻചാണ്ടി ഇങ്ങനെ പോയ ചർച്ച അവസാനിക്കില്ല. അതുകൊണ്ട് മാറ്റത്തിന് മനസ്സുണ്ടോ? മനസ്സില്ലാത്ത ഒരു പ്രതികരണം ഇവിടെ നിന്ന് കണ്ടു. വെറുതെ പറഞ്ഞു പോരുത്. മാറ്റത്തിന് മനസ്സുണ്ടോ? മാറ്റത്തിന് ഒരു മനസ്സിലൊരു കാര്യം പറയൂ. പാർട്ടി തീരുമാനിച്ചോളൂന്ന്. നിങ്ങൾ മാറ്റം നടത്തേണ്ട കാര്യമില്ലെന്നല്ലേ പറഞ്ഞത്? ഒരു മാറ്റം നടത്തേണ്ട കാര്യമില്ല. അല്ല, കോൺഗ്രസിന് പറയാൻ പാടില്ല എന്നുള്ള ശൈലിയിലാണ് പോകുന്നത് നിങ്ങൾ. കേരളത്തിലെ കോൺഗ്രസിൽ RSS നിലപാട് പറ. ഇപ്പം മുഖ്യമന്ത്രി VD സതീശനെ ഹിന്ദു ഐക്യവേദിക്കാർ പോയി കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്ന് 3 പ്രതികരണങ്ങൾ വന്നു. PA മുഹമ്മദ് റിയാസിന്റെയും P രാജീവിന്റെയും അടക്കം. അത് അല്ല, മുഖ്യമന്ത്രി VD സതീശനെ കണ്ടത്. അപ്പൊ RV ബാബു ഇന്ന് ഉന്നയിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇതിലെന്താ നിലപാട്? അത് BJP-ക്കാരെ അനുനയിപ്പിക്കാനും RSSുമായി ബാന്ധവം ഉണ്ടാക്കാനുമാണ് ഹിന്ദു ഐക്യവേദിക്കാർ VD സതീശനെ പോയി കണ്ടതെങ്കിൽ 2014 പിണറായി വിജയനെ പോയി കണ്ടത് എന്തിനാണ്? രഹസ്യ കൂടിക്കാഴ്ചയാണെങ്കിൽ പറയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കാണുന്നതിനെ ആ രൂപത്തിൽ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത്. ഈ കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ADGP MR അജിത് കുമാർ MR അജിത് കുമാർ പിണറായി വിജയന് വേണ്ടിട്ട് എന്താ ഇടപാട് നടത്താൻ പോയി പറഞ്ഞ പാർട്ടിയാണ് നിങ്ങൾ. ആ പാർട്ടിയാണ് കോൺഗ്രസ്. മറുപടി പറഞ്ഞില്ല. സമയമില്ല, മാത്രമേ ഉള്ളൂ. മറുപടി ഇട്ടാൽ മതി. മാറ്റം ചോദ്യം. Meet the editors.